ഹലോ വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരെ ചോദ്യത്തിനുള്ള ഉത്തരവും സംശയങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ യൂത്തിൻ്റെ മെയിൻ ഒരു പ്രശ്നമാണ് താടി. അത് ആണുങ്ങൾക്ക് ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ഉള്ളൂ, അത് മുടിയും താടിയാണ്, താടി മീശൊക്കെയാണ്. അപ്പോൾ അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താടി. അപ്പോൾ ഇപ്പോഴത്തെ പലർക്കും താടി വരാത്ത പ്രകൃതവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു അച്ഛനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അച്ഛൻ്റെ അച്ഛനോ അങ്ങനെ ഫാമിലിയിൽ ആർക്കും താടിയില്ല, അപ്പോൾ അവർക്കും വരില്ല എന്നൊരു പേടി, അല്ലെങ്കിൽ അവർക്ക് വരുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. പലതും അതായത് ഈ ആവണക്കണ്ണ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഈ ടിക്ടോക്കിലും റീൽസിലും ഒക്കെ കണ്ടുള്ള പല ഗുളികകളും ചേർത്തുള്ള അതൊക്കെ ട്രൈ ചെയ്തിട്ടും അവർക്കൊന്നും ഒരു റിസൾട്ടും കാരണം ഉണ്ടാവില്ല. അപ്പോൾ അവരാകെ നിരാശയിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതേപോലത്തെ ഒരു പ്രകൃതമുള്ള എനിക്ക് എങ്ങനെ താടി വന്നു, ഞാൻ എങ്ങനെ താടി വരുത്തി, എങ്ങനെ മിനോക്സിഡിൽ യൂസ് ചെയ്തു, മിനോക്സിഡിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ 2-3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനോക്സിഡിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിന് ഡൗട്ട് ആർക്കും വരാൻ പാടില്ല. ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. പിന്നെ എൻ്റെ ആദ്യത്തെ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ തീരെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോ വരുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ പ്രോപ്പറായിട്ട് സൗണ്ടും കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, എല്ലാ പ്രശ്നത്തിലുള്ള പരിഹാരം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ ഒരു 20-21 വയസ്സുള്ളവരധികമാണ്, അല്ലെങ്കിൽ 19 കഴിഞ്ഞിട്ടുള്ള പിള്ളേർ, അല്ലെങ്കിൽ അവരൊക്കെയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ കുറേ ഒരു 25-27 വയസ്സായിട്ടും താടി വരാത്തവരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ +2 ആ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് താടി വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു പൗരുഷത്തിൻ്റെ ഒരു ഇത് കിട്ടിയിരുന്നെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഈ പൈസയാണ്. അതായത് ഇപ്പോൾ മിനോക്സിഡിന് ഏകദേശം 800 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്, നമ്മൾ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള പലതും. അപ്പം ഞാനത് യൂസ് ചെയ്ത് ഏറ്റവും എനിക്ക് കിട്ടിയതിൽ ഞാൻ നോക്കിയതിൽ വെച്ച് ഏറ്റവും പൈസ കുറഞ്ഞതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനേക്കാൾ പൈസ കുറഞ്ഞ ഒരു കമ്പനി എനിക്ക് അവരെ പ്രൊഡക്റ്റ് അയച്ചെന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മാൾസ് ബൈ GHC ആയിട്ടുള്ളൊരു കമ്പനീൻ്റെയാണ്. അപ്പോൾ അവരെനിക്ക് അയച്ചെന്ന പെട്ടിയിലുള്ളത് മിനോക്സിഡിൽ വിത്ത് ബയോട്ടിൻ്റെ ഒരു പാക്കാണ്, ഒരു കോംബോ പാക്കാണ്. അതായത് 5% ഒരു മിനോക്സിഡിൽ ഇതാ നല്ല പാക്കിങ്, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാ ഒരു മിനോക്സിഡിൻ്റെ ഒരു ബോട്ടിലുണ്ട്, ഒരു ഫില്ലർ ഉണ്ട്, പിന്നെ ഒരു സ്പ്രേ ഉണ്ട്. അപ്പോൾ ഇതിൽ സെയിം ഇപ്പോൾ നമ്മൾ മേടിക്കണതിൻ്റെ അതേ ml തന്നെ അതിലുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 60 ml. ബാക്കിയിൽ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഇതിൽ 50 ml തോന്നുന്നത്, ഇത് 60 ml ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി നൈറ്റ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി ഒരു നേരം മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 1-2 മാസത്തോളം നമുക്കിത് കിട്ടും. ഡെയിലി 1 ml വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഫില്ലർ യൂസ് ചെയ്യാം. ഫില്ലർ യൂസ് ചെയ്താലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് ml, അതായത് 1 ml കറക്റ്റ് യൂസ് ചെയ്യാം. സ്പ്രേ ഞാൻ ആദ്യത്തെ 1 മന്തോളം ഞാൻ എൻ്റെ ഈ സ്പ്രേ ആണ് യൂസ് ചെയ്തിരുന്നത്. സ്പ്രേ ആവുമ്പോൾ എനിക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഒന്നും പറയാൻ പറ്റില്ല, നല്ല സ്പ്രേ ആവും, പക്ഷേ നല്ല ലോസാവും, അതായത് കുറേ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അതിനേക്കാൾ ബെറ്റർ എനിക്ക് ഇതാണ് തോന്നിയത്. ഇത് കുറച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഹൗ ടു യൂസ് മിനോക്സിഡിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള 1 ml എടുക്കുക ഫില്ലറിൽ. സ്പ്രേ ആണെങ്കിൽ 1-2 സ്പ്രേ നമ്മളെ ഫേസിൽ സ്പ്രേ ചെയ്യുക ഒരു സൈഡിൽ. ഫില്ലറിലാകുമ്പോൾ കറക്റ്റ് 1 ml എടുക്കുക. എന്നിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ കറക്റ്റ് അവിടെ മാത്രം കൊടുത്താൽ മതി. കറക്റ്റ് ആ ലൈന് പോലെ നമ്മൾ അപ്ലൈ ചെയ്യുക. എവിടെയാണ് വേണ്ടത്, എവിടേക്കാണ് ഇപ്പോൾ പാച്ചുള്ളവരാണെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്യാം. ഈ 1 ml എന്ന് പറയണത് തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും കറക്റ്റായിട്ട് ഫില്ലായിട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഒരു 3-4 അല്ലെങ്കിൽ 2-3 മിനിറ്റ് കറക്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൈമാവണതോ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉണങ്ങിയിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ എല്ലാവരും ചോദിക്കണ്ടേ ഇത് തേച്ചിട്ട് മസാജ് ചെയ്യണോ എന്നൊക്കെ. എന്തായാലും മസാജ് ചെയ്യണം. മസാജ് ചെയ്യാതെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക്, പോസിൻ്റെ ഉള്ളിലേക്ക്
പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും ആയതിന് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നല്ല മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്തെടുത്ത് 2 മിനിറ്റോളം മസാജ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ബെഡിലും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കണ്ണിലായാൽ നല്ല ചൊറിച്ചിൽ വരും. അപ്പോൾ ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ തലേൻ്റെ കവറൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫെക്ഷൻ ചിലവർ കണ്ണിലായാൽ അവർക്ക് ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കാഴ്ച പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കണ്ണിലാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇപ്പോൾ സ്കിന്നിന് നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു വെള്ളപ്പൊടി പോലെ വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും ഇത് തേക്കുമ്പോൾ. അപ്പോൾ അത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു പൊടി വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇടയ്ക്ക് മോയ്സ്ചറൈസർ ക്രീം യൂസ് ചെയ്താൽ മതി. അതായത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത് തേക്കുക. അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ മോയ്സ്ചറൈസർ ക്രീം യൂസ് ചെയ്യുക. അത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഖത്തും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നല്ലതാണ്. നമ്മളെ സ്കിന്ന് ഫ്രഷ് ആയിട്ട് കൊണ്ടുനടന്നോളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ബയോട്ടിൻ. ഇതാണ് വരുന്നത് 5000 mcg ഇതിൽ പിന്നെ കുറച്ചുണ്ട്. ഈ ബയോട്ടിന് 5000 mcg ആണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അതിൽ 60 ഉണ്ട് ഒരു മാസത്തേക്ക്. 5000 mcg ആണെങ്കിൽ അത് 2 നേരം കഴിക്കണം, രാവിലെയും രാത്രിയും കഴിക്കണം. 10000 mcg ആണ്, അതായത് നിങ്ങൾ വേറെ വാങ്ങുകയാണെങ്കിൽ 10000 mcg ആണ് വാങ്ങണമെങ്കിൽ അത് ഒരു നേരം കഴിച്ചാൽ, ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ഇത് 5000 mcg ഇത് കോംബോ പാക്കിൽ വരുന്നത് 5000 mcg ആണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 2 നേരം, ഒരു ദിവസം 2 നേരം. പിന്നെ എനിക്ക് ഡെർമാ റോളറും ഉണ്ട്. അതിൽ ഡെർമാ റോളർ നമ്മൾ ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം യൂസ് ചെയ്താൽ മതി. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളിടത്തൊക്കെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ ഇതേപോലെ ആഴ്ചയിൽ 2 നേരം അല്ലെങ്കിൽ 3 നേരമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് താടിക്ക് മാത്രമുള്ളതൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ മുടി അവിടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം മുടി കൊഴിയണവർക്കും മിനോക്സിഡിൽ യൂസ് ചെയ്യണവരാണെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മുടി കൊഴിച്ചിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാമ്പു അയച്ചു തന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു നല്ല എഫക്റ്റ് ഉണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല താരനും മുടി കൊഴിച്ചിലും ഇപ്പോൾ ഒരു 2 മാസത്തോളമായിട്ട് നല്ല താരനും നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബയോട്ടിന് യൂസ് ചെയ്യലും പിന്നെ ഈ ഷാമ്പു 2 ദിവസം ഇടവിട്ടിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നല്ല റിസൾട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ താരം ഏകദേശം കുറഞ്ഞു പോയി. അതായത് ഒരു 2 ആഴ്ചൻ്റെ 1.5 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഷാമ്പും എനിക്ക് തോന്നുന്നു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്, നല്ല പാക്കിങ്ങും, നല്ല ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഐ മീൻ ഇത്ര ഒരു ക്വാളിറ്റി കുറഞ്ഞില്ല. അതായത് 480 രൂപയാണ് ഇതിന്. അതിൽ സൈറ്റിൽ അതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴത്ത് കൊടുക്കാം, നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഇത് മേടിക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡൊക്കെ തരുന്നുണ്ട്. അതായത് നെക്സ്റ്റ് പർച്ചേസിൽ നമുക്ക് 20% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ നമ്പർ ഉണ്ട്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ട് ടിക്ക് ഇടേണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദ്യം ഉണ്ടാവും, ഇപ്പോൾ മറ്റേ മേടിക്കാനാട്ടിയും ബെറ്റർ ഇത് എന്തിനാണെന്ന്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കോംബോ പാക്ക് വരുന്നത് ഏകദേശം 1000 റുപ്പീസ്, അതായത് 1000 റുപ്പീസിൻ്റെ ഉള്ളിൽ നമുക്കൊരു മാസത്തേക്കുള്ള ബയോട്ടിനും പിന്നെ മിനോക്സിഡിലും കിട്ടും. അത് മറ്റേത് വാങ്ങുമ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. 400 രൂപൻ്റെ അടുത്തുണ്ട് ബയോട്ടിന് 10,000 mcg. പിന്നെ 800 രൂപൻ്റെ അടുത്ത് മിനോക്സിഡിലും വരുന്നുണ്ട്. അപ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരു 1200-300 റേഞ്ചിൽ വരും. എന്തായാലും നമ്മൾ 2 ബോട്ടിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും വില കുറഞ്ഞത് വാങ്ങുന്നതാണ് ബെറ്റർ. സെയിം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ക്യാഷിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും നല്ലതായിട്ട് യൂസ് ചെയ്യാനും നല്ല സെയിം റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. പിന്നെ ബയോട്ടിന് തേടി നടക്കേണ്ട ഏതിൻ്റെയാണ് വാങ്ങേണ്ടതൊന്നും പ്രശ്നമില്ല, അവരുടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നല്ല ഉപകാരപ്പെട്ട് വിചാരിക്കണം. അപ്പോൾ നിങ്ങളെ താടി ഇല്ലാത്ത ഫ്രണ്ട്സിനും താടി വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക. അതായത് വരുന്നവരെ റിസൾട്ടും കാര്യങ്ങളും ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക, നിങ്ങൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. എനിക്ക് കുറേ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്, അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ചിലവർക്ക് ടൈം എടുക്കുന്നുണ്ട്, എന്നാലും റിസൾട്ട് വരുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് താടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് സ്കിന്നിന് നല്ല പ്രോബ്ലം ഉള്ളവർക്കൊക്കെ, അതായത് സ്കിന്നിന് ഭയങ്കര പെട്ടെന്ന് എന്തെങ്കിലും തേച്ചാലൊക്കെ ഭയങ്കര പെട്ടെന്ന് എന്തെങ്കിലും റിയാക്ഷൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആവണമെന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റിയാക്ഷൻ, അതായത് സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഇത് യൂസ് ചെയ്യുക. എങ്കിൽ പിന്നെ ഒരു 18 വയസ്സുള്ളവരൊന്നും ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വീട്ടിലുള്ളവർക്കാർക്കും താടി മീശൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ ടൈം നല്ല വൃത്തിക്ക് വരുന്നതായി. കാരണം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പിന്നെ നിങ്ങൾ ഇന്ന് തേച്ചിട്ട് നാളെ തന്നെ താടി വരും ചേച്ചിട്ടൊന്നും ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾ തേക്കുക, കണ്ടിന്യൂസ് ആയിട്ട് തേക്കുക, പിന്നെ വെയിറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ആദ്യം ഇതിനെ തേക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ഷേവ് ചെയ്യുക, എല്ലായിടത്തും ഷേവ് ചെയ്യുക. എന്നിട്ട് ഇത് തേക്കുക, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഷേവ് ചെയ്യുക. അത് വന്നാലില്ലെങ്കിലും നിങ്ങൾ ഷേവ് ചെയ്യുക. എന്നിട്ട് പിന്നത്തെ 2ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ ട്രിം ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ രോമങ്ങൾ, അതായത് പൊടി രോമങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ ഷേവ് ചെയ്താൽ പിന്നെ അത് ആദ്യം മുതൽ നമ്മൾ തേച്ചിട്ട് പിന്നെയും കൊണ്ടാണ്. അപ്പോൾ കുറച്ച് കട്ടിയാവണ വരെ നമ്മൾ ട്രിം ചെയ്യണതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 2-3 ആഴ്ചത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലായിടത്തും ഫില്ലായെന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ ഷേവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒക്കെ ട്രിം ചെയ്യുക. ഫസ്റ്റത്തെ ആഴ്ച മാത്രം നിങ്ങൾ ഷേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. ഓക്കെ, ക്ഷമയാണ് ഇതിൻ്റെ പ്രധാന ഘടകം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.